എല്ലാവർക്കും നമസ്കാരം. ടി-ടെക്കിൻ്റെ പാക്കിംഗ് മെഷീനുകളുടെ ലോകം എന്ന പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ടിനി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേബലിംഗ് മെഷീൻസിനെ പറ്റിയാണ്. ഹായ്, ഞാൻ സ്നേഹദാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേബൽ ആപ്ലിക്കേറ്ററെ പറ്റി. അപ്പോൾ ടിനി, നമുക്ക് ഈ ലേബൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് പാക്കിങ്ങിൽ? ഇപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് പോകുമ്പോഴും അതിന് ലേബലിംഗ് അത്യാവശ്യമാണ്. മാനുഫാക്ചറർ തൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതുപോലെ തന്നെ അവരുടെ ബ്രാൻഡ് നെയിം, ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ലേബൽസ് വഴിയാണ്. അപ്പോൾ ഈ ലേബൽസ് നമ്മൾ ഈ ബോട്ടിലേക്ക് മാനുവലി ഒട്ടിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഒട്ടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരണമെന്നില്ല, അല്ലെങ്കിൽ അത് ഒട്ടിക്കുമ്പോൾ ബബിൾസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് ഈ മാനുവലി ഒട്ടിക്കുമ്പോൾ അതിന് കിട്ടാറില്ല. അതിന് ഏറ്റവും കൂടുതൽ പരിഹാരമായിട്ടുള്ളൊരു മെഷീനാണ് ലേബൽ ആപ്ലിക്കേറ്റേഴ്സ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ലേബൽസ് ഈവനായിട്ട് ഒട്ടിക്കുക, ഒരേ അലൈൻമെൻറ്റിൽ ഒട്ടിക്കുക, അതൊക്കെ വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം നമുക്ക് മാനുവലി ചെയ്യുന്നതിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പ്രത്യേകിച്ച് ലേബലിൻ്റെയൊക്കെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ആ ഡിഫിക്കൽട്ടി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനെയൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ലേബലിനെ പ്രോപ്പർ അലൈൻമെൻറ്റിൽ പ്രോപ്പറായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനും ഒട്ടിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു മെഷീനാണ് ലേബലിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. അതെ, നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഒരു ലൈനിൽ നമ്മുടെ പ്രോഡക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ പ്രോഡക്റ്റിൻ്റെ ഒരു ഔട്ട്പുട്ട്, അതിൻ്റെ ഒരു ഫിനിഷ് ഒരു മെഷീൻ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. അത് നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രസൻസ്, ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട്. അപ്പോൾ സ്നേഹാസ്, ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷന് എന്തൊക്കെ മെഷീൻസാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്? അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമുക്ക് ഒത്തിരി ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. മോഡൽസ് ഡിഫർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ബോട്ടിൽസിൻ്റെ ഷേപ്പിനനുസരിച്ചാണ്. കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള റൗണ്ട് ബോട്ടിൽസിനാണ് ഏറ്റവും കൂടുതൽ മെഷീൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഇത് നമുക്കൊരു മാനുവൽ മെഷീൻസ്, അതായത് നമുക്കിതിനൊരു സ്റ്റിക്കർ, റോൾ ഫോമിലുള്ള സ്റ്റിക്കേഴ്സ് വേണം. 2 സ്റ്റിക്കറുകൾ തമ്മിൽ ഒരു മിനിമം 5 mm ഗ്യാപ്പെങ്കിലും വേണം. ആ ഗ്യാപ്പിനനുസരിച്ചുള്ള നമ്മൾ റോൾ ഫോമിലുള്ള സ്റ്റിക്കറിനെ മാനുവൽ മെഷീനിൽ ലോഡ് ചെയ്യുന്നു, നമ്മളുടെ ബോട്ടിൽ ലോഡ് ചെയ്യുന്നു. ഇതിൻ്റെ റോളറുകളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ സ്റ്റിക്കർ കടത്തിവിടുന്നത്. മാനുവലി നമ്മൾ കൈ കൊണ്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ബോട്ടിലിനകത്തിട്ട് ഈ സ്റ്റിക്കർ ഒന്ന് ഒട്ടും. കുറഞ്ഞ ക്വാണ്ടിറ്റിക്ക് അത് ധാരാളമാണ്. ഒരു 15,000 രൂപ മുതൽ നമുക്ക് ഈ ടൈപ്പ് മെഷീൻസ് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ തന്നെ സെമി ഓട്ടോമാറ്റിക് മെഷീൻസ് ഒരു 45,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബോട്ടിൽസിനെ പ്ലേസ് ചെയ്ത് ജസ്റ്റ് ഒരു ലിവർ താത്തി കൊടുത്താൽ മതി. ബോട്ടിൽസ് ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ചെയ്ത് അതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതിനകത്തുള്ള ബാച്ച് കോഡ്. മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പിരി ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫില്ല് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഇതിനകത്തായിട്ട് ബാച്ച് കോഡ് ചെയ്യുന്നത്. അതിന് ഈ ലേബലിംഗ് മെഷീനകത്തായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആ ഒരു യൂണിറ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു 80,000 മുതൽ ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. ഇനി കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഇതിന് തന്നെ ന്യൂമാറ്റിക് മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൈ കൊണ്ടൊന്നും പ്രസ് ചെയ്ത് താത്തേണ്ട ആവശ്യമില്ല. ബോട്ടിൽസ് വെച്ച് കൊടുത്ത് നമ്മളുടെ സ്വിച്ച് അമർത്തിയാൽ മതി. ന്യൂമാറ്റിക്കലി അതിനെ പ്രസ് ചെയ്ത് നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് മെഷീൻസ് അവൈലബിൾ ആണ്. കൺവെയറിനകത്ത് നമ്മുടെ ബോട്ടിൽസ് പ്ലേസ് ചെയ്യുക, കൺവെയറിൽ മൂവ് ചെയ്യുന്നതിനിടയിൽ നമ്മളുടെ ഇതേപോലെ തന്നെ ലേബൽ വന്ന് ഇതിനകത്ത് ഒട്ടി പോകുന്നതാണ്. അതിലും നമുക്ക് ബാച്ച് കോഡ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാം. ഒരു 2 lakh rupees ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഈ ടൈപ്പ് മെഷീൻസ് വരുന്നത്. ഇതെല്ലാം റൗണ്ട് ബോട്ടിൽസിൻ്റെ പറഞ്ഞത്. ഇതിൻ്റെ തന്നെ നമുക്ക് ഫ്ലാറ്റ് ബോട്ടിൽസിന് പറ്റുന്നുണ്ട്. ഫ്ലാറ്റ് ബോട്ടിൽസിൽ ചെയ്യാവുന്ന മാനുവൽ ടൈപ്പ് മെഷീൻസ് അവൈലബിൾ ആണ്. ഒരു 1.5 lakhs മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ബോട്ടിൽ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു സ്റ്റിക്കർ എടുത്ത് മെഷീൻ തന്നെ ഇതിൻ്റെ പ്രോപ്പർ പ്ലേസിൽ കൊണ്ടുവന്ന് ഒട്ടിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ 2 ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീൻസാണ് നമുക്കുള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്ക് സ്ക്വയർ ബോട്ടിൽ വട്ടത്തിൽ ഒട്ടിക്കാൻ പറ്റുന്ന മെഷീൻസും നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു 4 ലക്ഷം 5 ലക്ഷം ആ റേഞ്ചിനകത്തായിട്ടൊക്കെ വരും. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷേപ്പിലുള്ള കാര്യങ്ങൾ ഒട്ടിക്കാം. ഇതിനകത്ത് നമുക്ക് കൺസ്ട്രെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പേർഡ് ആയിട്ടുള്ള പ്രത്യേക ഷേപ്പിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യുന്നതിന് ചില കൺസ്ട്രെയിൻസ് ഉണ്ട്. അതൊക്കെ നമ്മളായിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അതുപോലെ തന്നെ റൗണ്ട് ബോട്ടിൽസിൽ ഗ്രൂവ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെറിയ കസ്റ്റമൈസേഷൻ നമുക്ക് ഈ മെഷീൻസിൽ പോസിബിളാണ്. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡാണ്. കാരണം ഒരു മാനുഫാക്ചറർ തൻ്റെ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് ഏറ്റവും ഭംഗിയായിട്ട് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ലേബലിംഗ് മെഷീൻസ്. ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ കോസ്റ്റ് നോക്കിയാൽ തന്നെ ഇപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് ഇത്രയും കോസ്റ്റൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് മാനുവലി ചെയ്താൽ പോരെ എന്നൊക്കെ പലരും ആലോചിക്കുന്നുണ്ടോ.
ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാനുവലി ഒരാൾ ഒരു ലേബിൾ നമ്മളുടെ ബോട്ടിൽസിനകത്തായിട്ട് ഒട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസാണ്. ഒന്ന്, ഒരു മിനിറ്റിൽ നമുക്ക് എത്ര ബോട്ടിൽസ് ഒട്ടിക്കാൻ പറ്റും? മിനിമം ഒരു 1 അല്ലെങ്കിൽ 2, മാക്സിമം 2ൽ കൂടുതൽ നമുക്ക് ഒട്ടിക്കൽ അത്ര ഈസിയല്ല. കാരണം ഒരേ അലൈൻമെൻറ്റിൽ നമ്മൾ ഒട്ടിക്കണം. രണ്ടാമത്തെ കേസ്, നമ്മൾ ഈ സ്റ്റിക്കർ പൊളിച്ച് ഒട്ടിക്കുമ്പോൾ കൈ പിടിക്കുമ്പോൾ ഈ സ്റ്റിക്കറുടെ ബാക്കിൽ നമ്മുടെ ഒരു ഇമ്പ്രഷൻ വീഴും. ഇത് ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽസൊക്കെയാണ് പ്രത്യേകിച്ചും. കാരണം ബോട്ടിലിൽ ക്വാണ്ടിറ്റി കുറഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ കൈയിൽ പിടിച്ചേക്കണ പാട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കി നമ്മൾ ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിനെ നമുക്ക് ഈ മെഷീൻസ് വഴി സ്പീഡിൽ ചെയ്യാൻ പറ്റും. നമ്മളുടെ മെഷീൻസ് ഉപയോഗിക്കുന്ന വഴി മിനിറ്റിൽ മിനിമം നമുക്കൊരു 6 ബോട്ടിൽസൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു 10 ബോട്ടിൽസ് വരെ ചെയ്യാം. ഈ സ്റ്റിക്കറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഇതിന് വ്യത്യാസം വരും. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഈ സാധനത്തിന് മാനുവലി ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടി സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മാസത്തെ നിങ്ങളുടെ ടോട്ടൽ പ്രൊഡക്ഷനിൽ മാനുവലി നിങ്ങൾ ചെയ്യുമ്പോൾ എന്തുമാത്രം ലേബർ കോസ്റ്റാണ് നമുക്ക് വരുന്നതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അത് വെച്ച് നമ്മളൊരു 5-6 മാസം കൊണ്ട് ഈ മെഷീൻ്റെ കോസ്റ്റിന്, ലേബർ കോസ്റ്റിനകത്ത് അത്രയും ടൈം നമുക്ക് ഉപയോഗിക്കേണ്ടാത്തത് കൊണ്ട് വരുന്ന ഡിഫറൻസ് എമൗണ്ട് കൊണ്ട് ഈ മെഷീൻ്റെ കോസ്റ്റിനെ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു 6 മന്ത്സിനുള്ളിൽ ടോട്ടൽ കോസ്റ്റ് നമുക്ക് റിക്കവർ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു മെഷീൻ തന്നെയാണ് ലേബൽ ആപ്ലിക്കേറ്റർ എന്ന് പറയുന്നത്. ലേബലിംഗ് മെഷീൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.